മലപ്പുറത്തെ ആമീഴഞ്ചാൽ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയിക്കായുള്ള തിരച്ചിൽ ആരംഭിച്ച് 30 മണിക്കൂർ പിന്നിടുകയാണ്. ഇതുവരെയും പ്രതീക്ഷാവഹമായ ഒരു സൂചനയും ലഭിക്കാത്ത സാഹചര്യത്തിൽ നാവികസേനാ സംഘവും രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകും. നാവികസേനയുടെ അതിവിദഗ്ധരായ ഡൈവിംഗ് സംഘം കൊച്ചിയിൽ നിന്ന് തലസ്ഥാനത്തേക്ക് എത്തും. ഹൈപവർ ക്യാമറ വെച്ചുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. ക്യാമറ ഘടിപ്പിച്ച ഡ്രൈക്കോ റോബോട്ട് വെള്ളത്തിനടിയിൽ ഇറക്കിയും പരിശോധന നടക്കുന്നുണ്ട്. ഈ പരിശോധനയിൽ അവ്യക്തമായ ചില ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. തുടർന്ന് കൂടുതൽ സ്കൂബ ടീം അംഗങ്ങൾ ടണലിലേക്ക് ഇറങ്ങി പരിശോധന നടത്തിയെങ്കിലും ചാക്കിൽ കെട്ടിയ നിലയിലുള്ള മാലിന്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. കനത്ത മഴയെ തുടർന്ന് കണ്ണൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ. ജില്ലയിൽ മഴയും കനത്ത കാറ്റും തുടരുന്ന സാഹചര്യമാണ്. അംഗനവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂലൈ 15 തിങ്കളാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. PSC കോഴയിൽ പോലീസ് കേസെടുത്ത് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. CPM PSC കോഴ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 25 ലക്ഷം രൂപ ഏരിയ കമ്മിറ്റി അംഗം കോഴ വാങ്ങിയെന്ന് സമ്മതിച്ചിട്ടും എന്തുകൊണ്ടാണ് പോലീസ് കാഴ്ചക്കാരായിരിക്കുന്നത്? CPMന്റെ അജണ്ടയ്ക്ക് മാധ്യമങ്ങൾ നിന്നുകൊടുക്കരുത്. വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. മകൻ നിരന്തരം മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ടായിരുന്നെങ്കിലും ഗെയിമിംഗ് ആപ്ലിക്കേഷനുകൾ മകനിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയിരുന്ന കാര്യം അറിഞ്ഞിരുന്നില്ലെന്ന് എറണാകുളം ചെങ്ങമനാട്ട് അസാധാരണ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത 15-കാരന്റെ പിതാവ്. തന്റെ നീക്കങ്ങളടക്കം ഫോണിലെ ലൊക്കേഷൻ ആപ്പുകൾ ഉപയോഗിച്ച് മകൻ നിരീക്ഷിച്ചിരുന്നുവെന്നും പിതാവ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ഈ ഫോണിൽ നിന്ന് ഫ്രീ ഫയർ, ഹൊറർ ഫീൽഡ് എന്നീ ഗെയിമിംഗ് ആപ്പുകളാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ആത്മഹത്യയിലേക്ക് നയിച്ച ടാസ്കുള്ള ഗെയിം ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ മുൻ BJP സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ നടത്തിയ പരാമർശത്തോട് പ്രതികരിക്കാൻ തയ്യാറാകാതെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട CK പത്മനാഭന്റെ പരാമർശത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആ വാർത്ത താൻ കണ്ടില്ലെന്നായിരുന്നു K. സുരേന്ദ്രന്റെ പ്രതികരണം. അത് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും വാർത്ത ഞാൻ കണ്ടില്ലെന്നും അത് പറയാനല്ല ഈ വാർത്താ സമ്മേളനമെന്നുമായിരുന്നു K. സുരേന്ദ്രന്റെ മറുപടി. PSC കോഴ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ CPMൽ നിന്ന് പുറത്താക്കിയ പ്രമോദ് കോട്ടൂളി ജില്ലാ നേതൃത്വത്തിനെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത്. പാർട്ടി സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിച്ചവരെ പുറത്തു കൊണ്ടുവരുമെന്ന് പ്രമോദ് കോട്ടൂളി. താൻ കോഴ വാങ്ങിയോ എന്ന് പൊതുസമൂഹത്തിന് അറിയണം. അതിനുവേണ്ടിയാണ് പോരാട്ടമെന്നും പ്രമോദ്. ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വൻ വിജയത്തിന് ശേഷം പശ്ചിമ ബംഗാളിൽ BJP TMC സംഘർഷം രൂക്ഷം. പലയിടത്തും തൃണമൂൽ അക്രമം അഴിച്ചുവിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധം തുടങ്ങി. അക്രമത്തിനിരയായവരുടെ ബന്ധുക്കൾക്കൊപ്പമാണ് BJP നേതാവിന്റെ പ്രതിഷേധം. BJPക്ക് ഭരിക്കാൻ അവകാശമില്ലെന്ന സന്ദേശമാണ് ജനം നൽകുന്നതെന്നും NDA സഖ്യകക്ഷികൾ ഇക്കാര്യം മനസ്സിലാക്കണമെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രതികരിച്ചു. ബീഹാറിൽ പ്രളയക്കെടുതി രൂക്ഷമാകുന്നു. ബാഗ്മതി നദി കരകവിഞ്ഞൊഴുകിയതോടെ മുസഫർപൂരിൽ 100ഓളം വീടുകൾ വെള്ളത്തിനടിയിലായി. കുത്തിയൊഴുകിയെത്തിയ ബാഗ്മതി ഒറ്റ ദിവസം കൊണ്ട് മുസഫർപൂരിലെ 18 പഞ്ചായത്തുകളെയാണ് വെള്ളത്തിനടിയിലാക്കിയത്. സ്കൂളും വീടും വ്യാപാര സ്ഥാപനങ്ങളും അടക്കം മേഖലയിലെ ഏതാണ്ട് എല്ലാ കെട്ടിടങ്ങളും മുങ്ങി. സംസ്ഥാനത്തെ റാപ്തി, ഗണ്ഡക് തുടങ്ങിയ നദികളും കരകവിഞ്ഞൊഴുകുകയാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിയുതിർത്ത 20 വയസ്സുള്ള തോമസ് മാത്യു ക്രൂക്സ്. ഇയാളെ സീക്രട്ട് സർവീസ് സേന വെടിവെച്ചു കൊന്നു. പെൻസിൽവേനിയയിലെ ബട്ട്ലറിൽ 15,000 പേർ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിനിടെയാണ് സംഭവമുണ്ടായത്. 20-കാരനായ അക്രമി ഉതിർത്ത വെടിയുണ്ട ട്രംപിന്റെ വലതു ചെവിയിൽ മുറിവേൽപ്പിച്ചു. AR-15 സെമി ഓട്ടോമാറ്റിക് റൈഫിൾ ഉപയോഗിച്ചാണ് തോമസ് മാത്യു ക്രൂക്സ് ട്രംപിന് നേരെ നിറയൊഴിച്ചത്. ആശുപത്രിയിൽ ചികിത്സ തേടിയ ട്രംപ് ന്യൂജേഴ്സിയിലെ വീട്ടിലേക്ക് മടങ്ങി. ഇനി 10 മടങ്ങ് സുരക്ഷയിലാവും തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിലെ പ്രഥമ ലെജൻഡ് ലോക ചാമ്പ്യൻഷിപ്പ് 2020ൽ കിരീടം നേടി ഇന്ത്യ. 5 വിക്കറ്റിന് പാകിസ്ഥാനെ തകർത്താണ് ഇന്ത്യയുടെ കിരീട നേട്ടം. പാകിസ്ഥാൻ ഉയർത്തിയ 157 റൺസ് വിജയലക്ഷ്യം 19 ഓവറിൽ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു.